ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പൂജാ ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പാലക്കാട് വിടാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാൻ മാറ്റി നമ്മൾ പീച്ചി ഡാമിലേക്കാക്കി. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട് പീച്ചി ഡാമിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഏകദേശം 2:30 ആയി. അപ്പോൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് റെസ്റ്റോറൻറ്റ് അടുത്തായിട്ട് തന്നെ ഒരു പാർക്ക് കണ്ട്. നക്ഷത്രക്കുട്ടിക്ക് അവിടെ കളിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ കളിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പീച്ചി ഡാമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ, ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ വയനാടൊക്കെ പോയ പോലെയൊക്കെ എനിക്ക് തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ. നല്ല രസമാണ് ആ വരുന്ന വഴിയൊക്കെ പീച്ചി ഡാമിലേക്ക്. അപ്പോൾ ഇതാണ് ഡാമിലേക്കുള്ള എൻട്രിങ് ഏരിയ. ഇവിടെ നമ്മുടെ ടിക്കറ്റ് ചാർജസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അഡൽസിന് 20 രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും, അതായത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ 10 രൂപയാണ് ചാർജസ് വരുന്നത്. പിന്നെ ഇതാണ് എൻട്രിങ് ഏരിയയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡാം പണിഞ്ഞതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം വരുന്ന ആൾക്കാർക്കാണ് ഇവിടെ കൃഷി ആവശ്യത്തിനും കുടിവെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് ജലം കൊടുക്കുന്നത്. പക്ഷേ ഈ ബോർഡ് എനിക്ക് തോന്നുന്നു ഫിക്സ് ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ 5 ലക്ഷം ആയിരിക്കില്ല, അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇവിടുന്ന് കുടിവെള്ളമായിട്ടും അതുപോലെ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് ജലം കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മേളി വരുമ്പോൾ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ നക്ഷത്രക്കുട്ടിക്ക് ജമ്പിങ് ബോർഡിൽ കയറിയിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ. പിന്നെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിന്നൽ മുരളി സിനിമയ്ക്കകത്ത് ടോവിനോ തോമസ് എറിയില്ലേ ഒരു റിങ്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ തോന്നിയിട്ട് ഞാനൊരു റിങ്ങൊക്കെ എറിഞ്ഞ് ഒരു പാർലേജി ബിസ്ക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുവാണ്. താഴെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഷട്ടറിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണുന്നത്. മഴക്കാലം ആകുമ്പോഴായിരിക്കുമല്ലോ അത് തുറക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പം അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നക്ഷത്രക്കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ മഴയായി കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അത് ജസ്റ്റ് ഒന്ന് തോർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും മുകളിലേക്ക് വന്നത്, ഡാമിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ദൃശ്യ മനോഹാരിതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ എന്താണ് ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പീച്ചി ഡാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്.